Hi, I am Thesnim Azeez. In the recipe, donut. Sadhana donut donut, chocolate dip sugar powder. Donut chicken donut. Spicy donut. This is 250 gram chicken. That's 2 tablespoon savala, 1 tablespoon veluthulli, spring onion 1 tablespoon, 4 tablespoon bread crumbs. പച്ചമുളക് ശരിക്ക് ചിക്കൻ ഡോണറ്റ് എന്ന് പറയുമ്പോൾ ക്വാണ്ടിറ്റി ഫുഡാണ്. അതിൽ സാധാരണ ഇങ്ങനെ പച്ചമുളകൊന്നും ചേർക്കാറില്ല. നമുക്ക് പക്ഷേ കുറച്ച് പച്ചമുളകൊക്കെ ചേർത്തെങ്കിലേ ഒരു ടേസ്റ്റ് ഉണ്ടാവും. 1 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ ലൈം ജ്യൂസ്, ഒരു പൊട്ടറ്റോ പൊടിച്ചെടുത്തതാണ്. പൊടിച്ചിട്ടില്ല, പുഴുങ്ങിയെടുത്തതാണ്, തൊലിയെല്ലാം കളഞ്ഞതാണ്. അതോടെ ചേർത്തിട്ട് അരയ്ക്കും. ഇനി ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് ചേർക്കുക. നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതാ നന്നായിട്ട് അരച്ചിട്ടുണ്ട്. അതുപോലെ നല്ല പേസ്റ്റ് ആവണം. ഓക്കെ, ഇനി നമുക്കിത് ഒരു ഐസിങ് ബാഗിലേക്ക്, ഐസിങ് ബാഗിൽ ഒരു പ്ലെയിൻ നോസിലാണ് ഇട്ടിട്ടുള്ളത്. അങ്ങനെ ഇട്ടിട്ട് വേണമെങ്കിൽ ചെയ്യാം, നോസിലില്ലാതെ ആയാലും കുഴപ്പമില്ല. ഒരു ഐസിങ് ബാഗിലേക്ക് ഇട്ടിട്ട് അറ്റം കുറച്ച് കട്ട് ചെയ്ത് കൊടുത്താലും മതി. കൂട്ട് കുറച്ച് ലൂസായിരിക്കും, കാരണം നമ്മൾ പൊട്ടറ്റോ ഇട്ടിട്ട് അരക്കുകയാണ്. അപ്പോൾ പൊട്ടറ്റോ ചേർത്ത് അരയ്ക്കാതെ ബാക്കിയെല്ലാം അരച്ചിട്ട് പൊട്ടറ്റോ ബ്രെഡ് ക്രംസ് നമ്മൾ ലാസ്റ്റ് അതിലേക്ക് ചേർത്ത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇത്ര ലൂസ് ആവില്ല കേട്ടോ. അങ്ങനെയും ചെയ്യാം. ഇത് കുറച്ച് ലൂസാണല്ലോ, അപ്പോൾ നമ്മൾ കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബട്ടർ പേപ്പറിലേക്കാണ് ഞാനത് സ്ക്യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം, അല്ലെങ്കിൽ വെറുതെ ഈ മിക്സ് തന്നെ അതുപോലെ അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ എടുത്ത് കയ്യിൽ കുറച്ച് എണ്ണയാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഷേപ്പ് ചെയ്തെടുത്തിട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കുകയാണ്, കുറച്ച് സമയം ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഹാർഡായിട്ട് പെട്ടെന്ന് ഇതിപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാതെ ഡയറക്റ്റായിട്ട് ചെയ്യാനാണെങ്കിൽ ഇതേപോലെ ഒരു പ്ലേറ്റിൽ കുറച്ച് മൈദയോ അല്ലെങ്കിൽ കോൺഫ്ലവറോ എടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ റൗണ്ടായിട്ട് പൈപ്പ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇതൊന്ന് ഡിപ്പ് ചെയ്ത് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് ഈ മൈദയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട്, കാരണം അത് കുറച്ച് ലൂസായിരിക്കും. കോൺഫ്ലവറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുക്കുക. അതിന് ശേഷം ഓരോന്നായിട്ട് എടുത്ത് മുട്ടയിലേക്ക് ഇടുക. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ബ്രെഡ് ക്രംസിലിട്ട് റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് നമുക്ക് ഇതുപോലെ റിങ് ഇങ്ങനെ ആക്കിയിട്ട് വേണമെങ്കിലും വെക്കാൻ പറ്റും ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് എടുത്തിട്ട് ഫ്രൈ ചെയ്താൽ മതി. ഇങ്ങനെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. എന്നിട്ട് ആവശ്യമുള്ള സമയത്ത് എടുത്തിട്ട് ഫ്രൈ ചെയ്യാം. ചൂടായ എണ്ണയിലേക്ക് ഇടാം. ഇത് പെട്ടെന്ന് കുക്കാവും കേട്ടോ. തിരിച്ചു മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ആയിട്ടുണ്ട്, നമ്മൾ ആദ്യം ഇട്ടതാണ്, അതായിട്ടുണ്ട്. കണ്ടോ, കുറച്ചും കൂടെ ഒരു വലുതായിയൊക്കെ വന്നിട്ടില്ലേ നമ്മൾ ഇട്ടതിനെക്കാട്ടി. ഇത് ഞാൻ നേരത്തെ പൈപ്പ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. ഇത് പിറ്റേ ദിവസമാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ കണ്ടോ, ഇത് നല്ല ടൈറ്റായിട്ട് നല്ല സുഖമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമുക്ക് പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്യാം. മെത്തേഡൊക്കെ സെയിം മെത്തേഡ് തന്നെയാണ്. ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം.
ഇതെൻ്റെ ഓൺലൈൻ കുക്കറി ക്ലാസ്സിൻ്റെ ആഡാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. എല്ലാ ടൈപ്സ് ഓഫ് ക്ലാസ്സസും നടക്കുന്നുണ്ട്. വീഡിയോ ഇൻ്ററാക്റ്റീവ് ക്ലാസ്സാണ്. ചിക്കൻ ഡോണട്ട് ഉണ്ടാക്കി കഴിഞ്ഞു. നല്ല ക്രിസ്പി ആയിട്ടാണുള്ളത്. ഞാൻ പറഞ്ഞതുപോലെ മുട്ടയിലൊക്കെ മുക്കി ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് ആവശ്യമുള്ള സമയത്തെടുത്ത് ഫ്രൈ ചെയ്യാം. പിന്നെ ഇത് നമ്മൾ പൊട്ടറ്റോ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുന്നതൊക്കെ ആണെങ്കിൽ പൊട്ടറ്റോ അതേപോലെ തന്നെ ബ്രെഡ് ക്രംസ് ആദ്യം ചേർക്കാതെ ഇരിക്കുക. അരയ്ക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ മാത്രം ബാക്കിയുള്ള ഉള്ളി വെളുത്തുള്ളി അതെല്ലാം അരച്ചെടുത്തിട്ട് ബ്രെഡ് ക്രംസും പൊട്ടറ്റോ പൊടിച്ചിട്ട് അതിൽ ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ ലൂസായിപ്പോൾ ലൂസാകുന്നതുകൊണ്ടാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നത്. ഈ പൊട്ടറ്റോ അതേപോലെ തന്നെ ബ്രെഡ് ക്രംസ് ആദ്യം ചേർക്കാതെ മിക്സിയിൽ അരയ്ക്കാതെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. നല്ല റെസിപ്പിയാണ്. സോസോ അല്ലെങ്കിൽ മയോണൈസൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റിയ നല്ല റെസിപ്പി.